ശ്രീജിത്ത് പണിക്ക സംതിങ് ഈസ് മിസ്റ്റീരിയസ് അല്ലേ? ഇപ്പോൾ അൻവർ പറയുന്ന പോലെ ഇൻ്റർവ്യൂ കൊടുക്കുന്ന സമയത്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ മുറി 2 പേർ കയറി വന്നു. ഒന്ന് ഹരിപ്പാട് മുൻ MLA CPMൻ്റെ ആലപ്പുഴ ജില്ലാ കമ്മിറ്റി അംഗം TK ദേവകുമാറിൻ്റെ മകൻ സുബ്രഹ്മണ്യൻ യാദൃച്ഛികമായി കടന്നു വന്നതായിരിക്കാം എന്നൊക്കെയാണ് പറയുന്നത്. എനിക്ക് ഒരു കാരണവശാലും ഇത് ഉൾക്കൊള്ളാൻ ആവില്ല. ശ്രീ അനിൽ നമ്പ്യാർ, ഇത് സത്യം പറഞ്ഞാൽ വലിയ കാര്യമായി ചർച്ച ചെയ്യേണ്ടുന്ന ഒരു വിഷയമല്ല മുഖ്യമന്ത്രിക്ക് PR ഉണ്ടോ ഇല്ലയോ എന്നുള്ളത്. കാരണം ഇത് പറയുമ്പോൾ ഉണ്ടാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അപകടം PR എന്ന് പറയുന്നത് എന്തോ തെറ്റായിട്ടുള്ള ഒരു പ്രവണതയാണ് എന്ന രീതിയിലാണ്. മുഖ്യമന്ത്രിക്ക് PR ഉണ്ട് എന്നും ആ PR ആണ് പലപ്പോഴും പല കാര്യങ്ങളെയും പെരുപ്പിച്ച് കാണിക്കുന്നത് എന്നുമുള്ള ഒരു വിമർശനം നമ്മൾ എല്ലാവരും തന്നെ പണ്ട് മുതൽ തന്നെ ഉന്നയിക്കുന്നതാണ്. പക്ഷെ PR ഉണ്ടാവുക എന്ന് പറയുന്നത് തെറ്റല്ല, അത് ശരിയായ രീതിയിൽ ഉപയോഗിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ നമുക്ക് കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ ഉണ്ട്, സംസ്ഥാന സർക്കാരുകൾക്ക് അതേപോലെ തന്നെ ഇൻഹൗസ് ഡിപ്പാർട്ട്മെന്റുകളുണ്ട്. പണ്ട് കാലത്തൊക്കെ ആയിരുന്നെങ്കിൽ അത് പ്രൊപ്പഗണ്ട എന്ന രീതിയിലൊക്കെ തന്നെ അറിയപ്പെട്ടിരുന്നതാണ്. അപ്പോൾ അതൊരു സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അനിവാര്യമായിട്ടുള്ള ഒരു കാര്യമാണ്. അത് ശ്രീ ഹസ്കർ പറഞ്ഞതുപോലെ ആധുനിക കാലത്തെ ഒരു ആവശ്യകതയോ ഒന്നുമല്ല, എല്ലാ കാലത്തും അത് ഉണ്ടായിരുന്നു. അതൊരു മാർക്കറ്റിംഗ് ടെക്നിക്കാണ്, അത് പരക്കെ അംഗീകരിക്കപ്പെട്ടിരിക്കുന്നതാണ്. ലോകത്തുള്ള നിരവധി പാർട്ടികളും നിരവധി വ്യക്തികളും നിരവധി സ്ഥാപനങ്ങളും രാഷ്ട്രീയ പാർട്ടികളും ഗവൺമെന്റുകളും ഉൾപ്പെടെ ഇത് ഉപയോഗിക്കാറുണ്ട്. അപ്പൊ ഇവിടെ PR മുഖ്യമന്ത്രിക്കുണ്ട് എന്ന് പറയുന്നതിൽ എന്തെങ്കിലും രീതിയിലുള്ള ദുരഭിമാനം ഉണ്ടാകേണ്ടുന്ന ആവശ്യം ശ്രീ PM മനോജിനോ മുഖ്യമന്ത്രിക്കോ ആർക്കും തന്നെ ഇല്ല എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. പക്ഷേ മുഖ്യമന്ത്രി പണ്ടൊരു പൊസിഷൻ എടുത്തുപോയി. അൺഫോർച്ചുനേറ്റ്ലി ഞാൻ ചുമ്മാ അല്ലല്ലോ ഇവിടെ കയ്യിലും കുത്തിയിരിക്കുകയല്ലോ എന്നൊക്കെ പറയുന്നത് ഒരു പ്രസ്താവന പണ്ട് വന്നുപോയി എന്നതുകൊണ്ട് തന്നെ അതിനെ ഇനി ന്യായീകരിക്കുക എന്നത് മാത്രമേ CPMനെ സംബന്ധിച്ചിടത്തോളം സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഒരു വഴിയായിട്ടുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു വിഷയം വിവാദമാകുന്ന സമയത്ത് മുഖ്യമന്ത്രിക്ക് വേണ്ടി അദ്ദേഹത്തിന്റെ പ്രസ് സെക്രട്ടറി ശ്രീ PM മനോജ് ഒരു വിശദീകരണ കുറിപ്പ് ഇറക്കുന്നു, അല്ലെങ്കിൽ അത് ഹിന്ദുവിനൊരു കത്ത് രൂപത്തിലേക്ക് അദ്ദേഹം അത് അയക്കുമ്പോൾ അതിലുണ്ടാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറഞ്ഞാൽ അവിടെ ഒരു PR ഏജൻസി ഉണ്ട് എന്നോ ആ ഇന്റർവ്യൂ ഏത് രീതിയിലാണ് നടന്നത് എന്നതിനെ പറ്റിയിട്ടുള്ള ഒരു കാര്യവും അവിടെ പറയുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഈ ആധുനിക കാലഘട്ടത്തിൽ PR ഏജൻസി സ്വീകാര്യമാണ് എന്നൊക്കെ ശ്രീ ഹസ്കർ ഒരുപക്ഷെ പറഞ്ഞു വരുമ്പോൾ പോലും ഇവിടെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട അപകടം PR ഏജൻസിയെ ആശ്രയിക്കുന്ന ഒരു സർക്കാർ ഞങ്ങൾക്ക് PR ഏജൻസി ഉണ്ട് എന്ന് പറയുന്നത് എന്തോ കുറച്ചിലാണ് എന്ന രീതിയിലത്തേക്ക് അവർ കരുതുന്നു എന്നുള്ളതാണ് ഒന്നാമത്തെ പ്രശ്നം. ഈ വിഷയത്തിൽ 2 രീതിയിലുള്ള വിശദീകരണ കുറിപ്പുകൾ വന്നിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ ഈ പറഞ്ഞതുപോലെ PM മനോജ് ഹിന്ദുവിനെ അയച്ചിരിക്കുന്നതും ഹിന്ദു തന്നെ പ്രസിദ്ധീകരിച്ചിരിക്കുന്നതുമായിട്ടുള്ള അവരുടെ അപ്പോളജി ഉൾപ്പെടെയുള്ള കാര്യവും. ഈ 2 കാര്യങ്ങൾ കമ്പയർ ചെയ്യുന്ന സമയത്ത് അതിൽ ഒരു കാര്യം വളരെ വ്യക്തമായിട്ടുണ്ട്. അതായത് ഈ ഇന്റർവ്യൂവിൽ മുഖ്യമന്ത്രി ഇപ്പോൾ വിവാദത്തിന് ആസ്പദമായിട്ടിരിക്കുന്ന ഒരു ഭാഗം പറഞ്ഞിട്ടില്ല എന്നാണ് ഈ 2 ആൾക്കാരും പറയുന്നത്. മനോജും പറയുന്നത് തന്നെയാണ്, ഹിന്ദുവും പറയുന്നത് തന്നെയാണ്. പക്ഷെ എന്നിട്ടും അത് എങ്ങനെ അവിടെ ഉൾപ്പെടുത്തി എന്നതുമായി ബന്ധപ്പെട്ട് ഹിന്ദുവിന്റെ പാരമ്പര്യത്തിനെ എല്ലാം ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു തെറ്റ് നിങ്ങളുടെ ഭാഗത്ത് ഉണ്ടാകരുതായിരുന്നു എന്ന് PM മനോജ് പറയുമ്പോൾ ഹിന്ദു കുറച്ചുകൂടി വിശ്വാസ്യതയുള്ള ഒരു എക്സ്പ്ലനേഷൻ ആണ് പറയുന്നത്. ഇപ്പൊ നമ്മളിപ്പോ ഈ ചർച്ചയിൽ തന്നെ ആർക്കും ഹിന്ദുവിന്റെ പാരമ്പര്യത്തിനെ പറ്റിയോ അല്ലെങ്കിൽ ജേർണലിസ്റ്റിക് എത്തോസിനെ പറ്റിയോ ഒന്നും തന്നെ സംശയം ഉണ്ടാകും എന്ന് എനിക്ക് തോന്നുന്നില്ല. രാഷ്ട്രീയമായിട്ടുള്ള വ്യത്യസ്ത അഭിപ്രായങ്ങളൊക്കെ തന്നെ ഉണ്ടായേക്കാം. ഞാൻ ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നത്, സ്കൂൾ കോളേജ് കാലഘട്ടത്തിൽ പോലും നമ്മൾ ഈ ഇംഗ്ലീഷ് എങ്ങനെ കൃത്യമായിട്ട് ഉപയോഗിക്കണം, അതിന്റെ ഗ്രാമാറ്റിക്കലായിട്ട് അതിന്റെ സ്ട്രക്ചർ ഒക്കെ സെന്റൻസ് എങ്ങനെ ഉണ്ടാക്കണം തുടങ്ങിയ കാര്യങ്ങളിൽ അധ്യാപകർ പോലും റെഫർ ചെയ്യുന്നത് ഹിന്ദുവിനെയാണ്. കാരണം അതിന് വളരെ കൃത്യമായിട്ടുള്ള ഒരു ജേർണലിസ്റ്റിക് സ്റ്റാൻഡേർഡ്സ് അവർക്ക് ഉള്ളത് കൊണ്ടാണ്. അപ്പൊ അത് ജേർണലിസ്റ്റിക് സ്റ്റാൻഡേർഡ്സ് ഭാഷയുടെ കാര്യത്തിൽ മാത്രമല്ല, അവരുടെ എഡിറ്റോറിയൽ പോളിസിയുടെ ഭാഗമായിട്ടും ഒരു സ്റ്റോറി കൈകാര്യം ചെയ്യുന്ന സമയത്തും അതുണ്ടാകും. പ്രത്യേകിച്ച് ഒരു മുഖ്യമന്ത്രിയുടെ ഇന്റർവ്യൂ ഇങ്ങനെയുള്ള വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു വിഷയം അതിൽ ഉൾപ്പെടുത്തുന്ന സമയത്ത്. അപ്പൊ അവർ പറഞ്ഞിരിക്കുന്നത് എന്താണ്? അവർ വളരെ കൃത്യമായിട്ട് ശ്രീ PM മനോജ് പറയാത്ത അല്ലെങ്കിൽ മുഖ്യമന്ത്രി പറയാത്ത കുറേയധികം കാര്യങ്ങൾ പറയുന്നു. ഒന്ന്, സെപ്റ്റംബർ 21 ഇന്റർവ്യൂ നടന്നിരിക്കുന്നു. എവിടെ വെച്ച് നടന്നിരിക്കുന്നു? ഡൽഹിയിലെ കേരള ഹൗസിൽ വെച്ച് നടന്നിരിക്കുന്നു. എത്ര സമയമായിരുന്നു? 30 മിനിറ്റാണ് അനുവദിച്ചത്. ആരാണ് ഇന്റർവ്യൂവിൽ ഉണ്ടായിരുന്നത്? കൈസൺ എന്ന് പറയുന്ന ഒരു PR ഏജൻസി നിയോഗിച്ചിരിക്കുന്ന 2 ആൾക്കാർ മുഖ്യമന്ത്രിക്കൊപ്പം ഉണ്ടായിരുന്നു. ഇത് മുഖ്യമന്ത്രി പറഞ്ഞിട്ടില്ല, ശ്രീ ഹസ്കർ ഇപ്പോൾ സമ്മതിച്ചിട്ടില്ല, PM മനോജ് പറഞ്ഞിട്ടില്ല. പിന്നെയോ ഈ 2 പേരിൽ ഒരാൾ ആവശ്യപ്പെട്ടു എന്ന് വളരെ വ്യക്തമായിട്ട് പറയുന്നു. അയാളാണ് പറയുന്നത് മുമ്പ് മുഖ്യമന്ത്രിക്ക് ഇങ്ങനെയുള്ള ഒരു അഭിപ്രായം ഉണ്ടായിരുന്നു, അദ്ദേഹം അത് പത്ര സമ്മേളനങ്ങളിൽ തന്നെ പറഞ്ഞിട്ടുള്ളതാണ്, അതുകൊണ്ട് അതുകൂടി ഇതിലേക്ക് ഉൾപ്പെടുത്തണം എന്ന് പറഞ്ഞുകൊണ്ട് കത്തയച്ചു എന്നാണ്. അതായത് ഇത് എഴുതി കൊടുത്തു എന്നാണ്. എഴുതി കൊടുത്തിരിക്കുന്നു എന്ന് ഹിന്ദു പോലെയുള്ള ഒരു വലിയ പാരമ്പര്യമുള്ള മാധ്യമ സ്ഥാപനം പറയുമ്പോൾ നമ്മൾ അതിനെ അവിശ്വസിക്കണോ? ഇനി അഥവാ അങ്ങനെ നമുക്ക് അവിശ്വാസമുണ്ട് എങ്കിൽ ആ കത്ത് വേണമെങ്കിൽ പുറത്തു വിട്ടുകൊണ്ട് ഇതിന്റെ ഡീറ്റെയിൽസ് പറയേണ്ടതാരാണ്? അത് പറയേണ്ടത് ഹിന്ദുവാണ്. അപ്പൊ ഇതിൽ വലിയ റോക്കറ്റ് സയൻസ് ഒന്നുമില്ല, ഇത് പ്രൂവ് ചെയ്യുന്നതിന് വലിയ പ്രയാസമൊന്നുമില്ല. ഇത് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് സംഭവിച്ച സംഭവമല്ല, ഇപ്പോൾ നടന്നിരിക്കുന്ന കാര്യമാണ്. അപ്പൊ ഈ വിഷയത്തിൽ കൃത്യമായിട്ട് ഒരു അഭിപ്രായം പറയാനായിട്ട് ഇവർക്ക് കഴിയും. ഇനി 2, മുഖ്യമന്ത്രിക്ക് PR ഏജൻസി ഇല്ല എങ്കിൽ, ഇത് തെറ്റായിട്ടുള്ള ആരോപണമാണ് എങ്കിൽ
സ്വാഭാവികമായിട്ട് നടക്കേണ്ടത് എന്താണ്? നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്, മറ്റേ ഉത്തരവാദിത്തമാണ് എന്ന് പറയുന്നതിനപ്പുറത്തേക്ക് കൈസൻ എന്ന് പറയുന്ന ഒരു മാധ്യമ സ്ഥാപനത്തിനെ പ്രതിയാക്കിക്കൊണ്ട് കേസെടുക്കണം. അതെ. അത് നമുക്ക് അറിയാവുന്ന കാര്യമാണ്. തെറ്റായിട്ടുള്ള ഇൻഫർമേഷൻ കൈസനെ കോട്ട് ചെയ്തുകൊണ്ട് ഇവിടെ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഹിന്ദുവിനെതിരെ കേസെടുക്കണം. ഇത് രണ്ടും നമ്മൾ കാണുന്നില്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ നമുക്ക് വിശ്വസനീയമായിട്ടുള്ള ഒരു വിശദീകരണം വന്നിരിക്കുന്നത് ഹിന്ദുവിന്റെ ഭാഗത്തു നിന്നാണ് എന്ന കാര്യത്തിൽ യാതൊരു വിധത്തിലുള്ള തർക്കവുമില്ല. ആ കാര്യത്തിൽ ശ്രീജിത്ത്, അത് മാത്രമല്ല, ഇത് ഭാഗത്ത് നിന്ന് ഇത് പ്രസിദ്ധീകരിച്ചതിന് ശേഷം എത്ര മണിക്കൂറുകൾ കടന്നിട്ടാണ് കഴിഞ്ഞതിന് ശേഷമാണ് ഇത് തിരുത്തുന്നത്? അല്ല, അവിടെ വലിയൊരു പ്രശ്നമുണ്ട്. കാരണം ഇതൊക്കെ ഇമ്മീഡിയറ്റ് ആയിട്ട് അവർക്ക് പറയാവുന്ന കാര്യങ്ങളാണ്. അല്ലാതെ ഇത് കൂടുതലായിട്ട് ഒരു വലിയ തർക്കമായിട്ട് വരിക, ഈ തർക്കമായിട്ട് വരുന്നതിന് മുമ്പ് തന്നെ ഇതിന്റെ ഒരു സാഹചര്യമുണ്ട്. ഇപ്പൊ ഉദാഹരണത്തിന് ആദ്യം അത് സ്റ്റാർട്ട് ചെയ്തത് ഒരു പക്ഷേ സമസ്തയാണ്. സമസ്ത തന്നെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? മലപ്പുറത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരു തെറ്റായ ലൈറ്റിൽ കാണിക്കുന്നതിന് വേണ്ടിയിട്ടും അവിടെ ഒരു പ്രത്യേക മതവിഭാഗത്തിനെ തെറ്റായ ലൈറ്റിൽ കാണിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ശ്രമം ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് സമസ്ത അവരുടെ മുഖപ്രസിദ്ധീകരണമായിട്ടുള്ള സുപ്രഭാതം പത്രത്തിൽ ഒരു എഡിറ്റോറിയൽ എഴുതിയിരുന്നു. ആ എഡിറ്റോറിയൽ പറയുന്നത് എന്താണ്? 2016 മുതൽ 19 വരെ മലപ്പുറത്ത് ആവറേജ് 12,000 കേസുകളാണ് ഒരു വർഷം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നത്. അവിടെ ഈ പറയുന്ന സുജിത് ദാസ് എന്ന് പറയുന്ന ആൾ അവിടെ SP ആയതിനു ശേഷം അടുത്ത വർഷം മുതൽ കേസുകൾ റോക്കറ്റ് കുതിച്ചുയരുന്നത് പോലെ കൂടുന്നു എന്നുള്ളതാണ് ഇതിലെ കണക്ക്. അവർ പറയുന്നത് 12,000 ആവറേജ് ഉണ്ടായിരുന്നത് ആദ്യത്തെ വർഷം 26,000 28,000 ആയി മാറുന്നു. പിന്നീട് അത് വർദ്ധിച്ചതിന് ശേഷം 40,000 ആയിരിക്കുന്നു. ഇതിൽ പലതും കള്ളക്കേസുകളാണ്, ഇതിൽ പലതും ഒരു കേസിന് തന്നെ മൾട്ടിപ്പിൾ FIR ഇടുന്നതാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പല കാര്യങ്ങളും പറഞ്ഞ്, എന്നാൽ അതിന്റെ ഫാക്ച്വൽ ആയിട്ടുള്ള ഡീറ്റെയിൽസ് എന്തൊക്കെയാണ് എന്ന് കൊടുക്കാതെ ഈ കാര്യം പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് ആദ്യമായിട്ട് ഒരുപക്ഷെ സുപ്രഭാതം പത്രമാണ്. അതിനുശേഷം അത് ലീഗ് ഏറ്റെടുക്കുന്നുണ്ട്, കോൺഗ്രസ് ഏറ്റെടുക്കുന്നുണ്ട്, എന്തിന് ശ്രീ PV അൻവർ പോലും അതിനെ ഏറ്റെടുക്കുന്നുണ്ട്. അപ്പൊ അവിടെ ഒരു കോമൺ ആയിട്ടുള്ള ഒരു നറേറ്റീവ് ഉണ്ട്. ഞാൻ പറയുന്നത് ഈ കാര്യത്തിൽ മുഖ്യമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം വളരെ കൃത്യമായിട്ട് ഒരു സ്റ്റേറ്റ്മെന്റ് പറയാമായിരുന്നു. ഇത് ആദ്യം തന്നെ, പിന്നീട് അദ്ദേഹം അത് പറഞ്ഞു, പക്ഷെ ആദ്യം തന്നെ പറയാമായിരുന്നു. അതെന്താണ്? ഒരു സ്ഥലത്ത് കേസുകൾ റിപ്പോർട്ട് ചെയ്യുക അല്ലെങ്കിൽ കേസുകൾ കൂടുക എന്ന് പറയുമ്പോൾ അത് ആ സ്ഥലത്തിനെ ഇകഴ്ത്തുന്ന കാര്യമല്ല, ആ സ്ഥലത്ത് താമസിക്കുന്ന ഏതെങ്കിലും ഒരു പ്രത്യേക സമുദായത്തിനെ ഇകഴ്ത്തുന്ന കാര്യമല്ല. ഇപ്പൊ സാങ്കേതികമായിട്ടൊരു കാര്യം വേണമെങ്കിൽ പറയാം. അതായത് കരിപ്പൂർ എയർപോർട്ടുമായി ബന്ധപ്പെട്ടിട്ടാണ് സ്വർണ്ണക്കടത്ത് നടക്കുന്നത്. അപ്പൊ സാങ്കേതികമായിട്ട് ഇത് എവിടെയാണ്? കോഴിക്കോട് എയർപോർട്ട് എന്നാണ് അറിയപ്പെടുന്നത്. പക്ഷേ അവിടെ വന്നിരിക്കുന്ന കേസുകൾ പോലീസ് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ അത് രജിസ്റ്റർ ചെയ്യപ്പെടുന്നത് മലപ്പുറത്താണ്. അപ്പൊ മലപ്പുറത്തിന്റെ അക്കൗണ്ടിലേക്ക് ഇത് പോകുന്നു തുടങ്ങിയ കാര്യങ്ങൾ സാങ്കേതികമായിട്ട് ശരിയാണ്. അത് തിരുവനന്തപുരത്ത് നടന്നാലും എറണാകുളത്ത് നടന്നാലും കണ്ണൂർ നടന്നാലും ഇങ്ങനെ തന്നെയാണ്. പക്ഷേ അത് റിപ്പോർട്ട് ചെയ്യുന്നതിനെ പറ്റിയാണ് പറയുന്നത്. പോലീസ് ഇപ്പൊ മലപ്പുറത്ത് വെച്ച് ഒരു കേസ് പിടിച്ചു കഴിഞ്ഞാൽ അത് മലപ്പുറത്താണ് റിപ്പോർട്ട് ചെയ്യുന്നത്. നമ്മുടെ നാട്ടിൽ ഏതെങ്കിലും രീതിയിലുള്ള റൂളുണ്ടോ? നിങ്ങൾ ഒരു സ്ഥലത്ത് നിന്ന് ഒരു കേസ് റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് അവിടെയുള്ള ആൾക്കാർ മാത്രമായിരിക്കണം എന്നൊന്നും റിപ്പോർട്ടില്ല. അപ്പൊ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടേതാണെങ്കിലും സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട സ്പെസിഫിക് ആയിട്ടുള്ള കണക്കുകളാണെങ്കിലും റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന ഒരു സ്ഥലവുമായി ബന്ധപ്പെട്ട് അവിടെയാണ് ഏറ്റവും കൂടുതൽ കേസ് എന്ന് വരും. അപ്പൊ അതിലെന്തെങ്കിലും ദുരഭിമാനം ഉണ്ടാകേണ്ടുന്ന കാര്യമോ ഒരു പ്രദേശത്തിനെ ഇകഴ്ത്തുന്നു എന്ന് പറയേണ്ടുന്ന കാര്യമോ ഇല്ല. ഇപ്പൊ നമ്മൾ നാഷണൽ ലെവലിലേക്ക് നോക്കും. നാഷണൽ ലെവലിൽ പലപ്പോഴും ഇതുപോലെ NCRBയുടെ കണക്കുകൾ വരാറുണ്ട്. ആ കണക്കുകൾ വരുന്ന സമയത്ത് ഏത് സംസ്ഥാനത്തിനാണ് ഏറ്റവും കൂടുതൽ കേസുകൾ, ഏത് സംസ്ഥാനത്താണ് കുറവ്, കഴിഞ്ഞ കുറച്ച് നാളായിട്ട് അതിന്റെ പെർസെന്റേജ് ഓഫ് ഇൻക്രീസ് കൂടിയിരിക്കുന്നത് ഏത് സംസ്ഥാനത്താണ് തുടങ്ങിയ കണക്കുകളും വരാറുണ്ട്. അപ്പൊ അതിന്റെ പേരിൽ ബീഹാർ മോശം സംസ്ഥാനമാണ്, അല്ലെങ്കിൽ കേരളം മോശം സംസ്ഥാനമാണ്, തമിഴ്നാട് നല്ല സംസ്ഥാനമാണ് എന്നൊന്നും ആരും പറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ ആരെങ്കിലും അഥവാ പറയുന്നുണ്ടെങ്കിൽ അത് തെറ്റാണ്. ഒന്ന്. രണ്ട്, മലപ്പുറം എന്നല്ല, ഈ കേരളത്തിലെ 14 ജില്ലകളിൽ ഒരു ജില്ലയും ഏതെങ്കിലും ഒരു പഞ്ചായത്തെങ്കിലും ഒരു മതവിഭാഗത്തിന് വേണ്ടിയിട്ട് പതിച്ചു കൊടുത്തിട്ടില്ല. മലപ്പുറം ആയിക്കോട്ടെ, മറ്റേതെങ്കിലും ഒരു ജില്ല ആയിക്കോട്ടെ, അത് ഹിന്ദുക്കളുടേതാണ്, മുസ്ലിങ്ങളുടേതാണ്, ക്രിസ്ത്യാനികളുടേതാണ്, ഇനി അതല്ലാത്ത മറ്റേതെങ്കിലും മതവിഭാഗക്കാരോ മതത്തിൽ വിശ്വസിക്കാത്തവരോ ഉണ്ടെങ്കിൽ അവരുടെ എല്ലാവരുടേതുമാണ്, കേരളീയരുടേതാണ്, ഇന്ത്യക്കാരുടേതാണ്. നമുക്കെല്ലാം തുല്യ സ്വാതന്ത്ര്യമാണ്. അപ്പോൾ മലപ്പുറത്ത് കേസ് കൂടുന്നു എന്നതുകൊണ്ട് മുസ്ലിങ്ങളാണ് ഇരയാക്കപ്പെടുന്നത് അല്ലെങ്കിൽ മുസ്ലിങ്ങളാണ് പ്രതിസ്ഥാനത്ത്, അതിനർത്ഥം മുസ്ലിം ചെറുപ്പക്കാരെല്ലാം തെറ്റുകാരാണ് എന്നൊരർത്ഥമൊന്നുമില്ല. അപ്പൊ ആ രീതിയിലത്തേക്ക് അതിനെ വ്യാഖ്യാനിക്കേണ്ടതിന്റെ ആവശ്യകത എന്താണ്? ഇപ്പൊ തിരുവനന്തപുരത്ത് വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് പറയും? തിരുവനന്തപുരത്ത് ഹിന്ദുക്കളാണ് കൂടുതൽ, അല്ലെങ്കിൽ തമിഴ് സ്വാധീനമുള്ള ആൾക്കാരാണ് പ്രശ്നം, അല്ലെങ്കിൽ ഇവിടുത്തെ നായന്മാരെല്ലാം പ്രശ്നമാണ് എന്നൊക്കെ പറയാൻ പറ്റുമോ? അങ്ങനെ പറയാൻ പറ്റില്ല. അപ്പൊ ഞാൻ പറയുന്നത് അതിലൊരു ഗൂഢലക്ഷ്യമുണ്ട്. അതായത് ഒന്നുകിൽ അത് ഒരു ഇരവാദമാകാം, അതല്ല എങ്കിൽ അത് അതിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു തെറ്റായിട്ടുള്ള വാദമാകാം. അതായത് മുസ്ലിങ്ങൾ മോശക്കാരാണ് എന്ന് ചിത്രീകരിക്കുന്ന ഒരു വാദമുണ്ട്. അതല്ല എങ്കിൽ മുസ്ലിങ്ങൾ മോശക്കാരാണ് എന്ന് ചിത്രീകരിച്ചുകൊണ്ട് മറ്റൊരു വിഭാഗത്തിനെ ബൂസ്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നു എന്ന രീതിയിലുണ്ട്. ഇത് രണ്ടുമാകാം. പക്ഷെ അത് രണ്ടുമല്ല എന്ന് പറയേണ്ടുന്ന ഉത്തരവാദിത്തം ഇത് വരുന്ന സമയത്ത് തന്നെ മുഖ്യമന്ത്രിക്കുണ്ട്. അദ്ദേഹത്തിന് ആദ്യ സമയത്ത് തന്നെ പറയാമായിരുന്നു, നോക്കൂ, മലപ്പുറത്തെ കേസുകൾ കൂടുന്നു എന്നതിനർത്ഥം മുസ്ലിം ചെറുപ്പക്കാർ തെറ്റായ വഴിയിൽ പോകുന്നു എന്നോ ഇസ്ലാം അവരെ തെറ്റാകാൻ പ്രേരിപ്പിക്കുന്നു എന്നോ അല്ല. ഇവിടെ ഏതൊരു സ്ഥലത്തും ആൾക്കാർ എല്ലാവരും ഉണ്ട്. അവിടെ വന്നിരിക്കുന്ന കേസുകളെല്ലാം മുസ്ലിങ്ങൾക്കെതിരെ അല്ല. ഇനി
വേറൊരു കാര്യം വരാം, അതായത് ബഹുഭൂരിപക്ഷം ഒരു സമുദായത്തിലുള്ള ആൾക്കാരാണ് ഒരു സ്ഥലത്ത് താമസിക്കുന്നത് എങ്കിൽ അവിടെയുള്ള ആൾക്കാരാണ് ഇതിൽ പ്രതിയെങ്കിൽ അത് നാച്ചുറൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതിനർത്ഥം ആ ഒരു മതവിഭാഗം എന്തോ തെറ്റ് ചെയ്യുന്നു എന്നല്ലല്ലോ. അപ്പൊ ഒരു പ്രസ്താവന നടത്തിയിട്ടുണ്ട് എങ്കിൽ ആ പ്രസ്താവനയിൽ ഉറച്ചു നിൽക്കുന്നതിന്റെ പേരിൽ ആ കണക്കുകളുടെ വ്യക്തതയിൽ എനിക്ക് ബോധ്യമുണ്ട് എന്ന് പറയുകയാണ് ഒരു മുഖ്യമന്ത്രി ചെയ്യേണ്ടത്. ഇപ്പൊ ഞാൻ നേരത്തെ സമസ്തയെ അല്ലെങ്കിൽ സുപ്രഭാതത്തിനെ ഉദ്ധരിച്ച് പറയുമ്പോൾ ആ സുപ്രഭാതത്തിന്റെ എഡിറ്റോറിയലിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഈ കേസുകളുടെ എണ്ണം കൂടി എന്ന് പറയുന്നത് സ്റ്റാറ്റാണ്. അതൊരു റെഫർ ചെയ്ത് നമുക്ക് പറയാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു കണക്കാണ്. പക്ഷെ ഇതിൽ എത്രത്തോളം കള്ളക്കണക്കാണ് എന്നതിനെ പറ്റിയോ എത്രത്തോളം കേസുകളിൽ ഇരട്ടി FIR ഉണ്ടാക്കിയിട്ടുണ്ട് എന്നതിനെ പറ്റിയോ ഒരു അക്ഷരം പോലും പറയുന്നില്ല. ഞാൻ പറയുന്നത് മനഃപൂർവ്വം നിങ്ങളിവിടെ RSS BJP ബന്ധമോ എന്തുദ്ധരിച്ചാലും ഇങ്ങനെ ഒരു ജില്ലയെ അല്ലെങ്കിൽ അവിടെയുള്ള ഒരു സമുദായത്തിനെ ഇകഴ്ത്താനായിട്ട് ശ്രമിക്കുന്നുവെങ്കിൽ അത് സ്റ്റാറ്റ് വെച്ച് പറയണം. ആ സ്റ്റാറ്റ് ഇല്ല. അപ്പൊ പിന്നെ നമ്മൾ ഇത്തരത്തിലുള്ള ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ കണക്കുകൾ പറയേണ്ടതില്ലേ? ഒരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. നമ്മൾ ഇതിൽ പറഞ്ഞിരിക്കുന്ന ഒരു വിവാദമായ മറ്റൊരു കാര്യം ആന്റി സ്റ്റേറ്റ് ആന്റി നാഷണൽ ആക്ടിവിറ്റീസ് എന്നുള്ളതാണല്ലോ. ഹവാല പണമിടപാടാണെങ്കിലും സ്വർണ്ണക്കടത്താണെങ്കിലും ആന്റി സ്റ്റേറ്റും ആന്റി നാഷണലുമാണ് എന്ന കാര്യത്തിൽ എനിക്ക് വ്യത്യസ്തമായിട്ടുള്ള ഒരു അഭിപ്രായമില്ല. മുഖ്യമന്ത്രിയും ആ നിലപാടിൽ ഉറച്ചു തന്നെ വേണം പറയാൻ. കാരണം ആന്റി സ്റ്റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റേറ്റിന്റെ താല്പര്യത്തിന് വിരുദ്ധം, ആന്റി നാഷണൽ എന്ന് പറഞ്ഞാൽ ദേശത്തിന്റെ താല്പര്യത്തിന് വിരുദ്ധം. ഈ ഹവാല ഇടപാടെന്ന് പറയുന്നത് കേരളത്തിന്റെ താല്പര്യത്തിലുള്ളതാണോ? ഇന്ത്യയുടെ താല്പര്യത്തിലുള്ളതാണോ? സ്വർണ്ണക്കടത്ത് എന്ന് പറയുന്നത് കേരളത്തിന്റെയോ ഇന്ത്യയുടെയോ താല്പര്യത്തിലുള്ളതാണോ? അല്ല. അങ്ങനെയുള്ളതല്ലാത്ത എന്തും നമ്മുടെ സാമ്പത്തിക ഭദ്രതയെ തുരങ്കം വെക്കുന്ന എന്തും ആന്റി സ്റ്റേറ്റ് ആണ്, ആന്റി നാഷണൽ ആണ് എന്ന കാര്യത്തിൽ ഉറച്ചു നിൽക്കുക എന്നുള്ളതാണ് മുഖ്യമന്ത്രി ചെയ്യേണ്ടത്. അത് കൃത്യമായിട്ട് വിശദീകരിക്കുകയും ഒരു സമുദായത്തിനെയോ ഒരു പ്രദേശത്തിനെയോ ഇകഴ്ത്തുക എന്നുള്ള ഉദ്ദേശം എനിക്കില്ല എന്നും ആദ്യ ദിവസം അദ്ദേഹം പറഞ്ഞിരുന്നുവെങ്കിൽ ഈ പറയുന്ന അപമാനം ഒഴിവാക്കാമായിരുന്നു. PM മനോജ് പടച്ചുവിട്ടിരിക്കുന്ന ആ ഒരു പ്രസ്താവന ഒഴിവാക്കാമായിരുന്നു. ഹിന്ദുവിനെ ഈ ഒരു സ്പോട്ടിലേക്ക് തള്ളിവിടുന്ന ഒഴിവാക്കാമായിരുന്നു. ഈ ചർച്ചയിൽ ശ്രീ ഹസ്കർ PR ഏജൻസി മുഖ്യമന്ത്രിക്ക് ഇല്ല എന്ന് പറയുന്ന ഒരു തെറ്റായ പ്രസ്താവനയെ ഒഴിവാക്കുന്നത് അടക്കം അദ്ദേഹത്തിന് ചെയ്യാമായിരുന്നു. അത് ചെയ്തില്ല. നമ്മൾ ഈ പറഞ്ഞില്ലേ, സ്റ്റിച്ച് ഇൻ ടൈം സേവ്സ് 9 എന്ന് പറഞ്ഞതുപോലെ എന്തായാലും പോയി. അപ്പൊ പിന്നെ അത് അനുഭവിക്കുക എന്നത് മാത്രമേ മുഖ്യമന്ത്രിക്ക് വഴിയുള്ളൂ.